ഒരു ന്യൂസ് ക്ലിപ്സ് നിങ്ങൾ കണ്ടു കാണും. കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അധ്യാപകർക്കുള്ള യോഗ്യതാ പരീക്ഷ കേട്ടെട്ട് നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവ് അവഗണിച്ച് PSC. പുതിയ PSC നോട്ടിഫിക്കേഷനിൽ കേട്ടെട്ടിന് ഇളവ് നിലനിർത്തി. ഏതെങ്കിലും വിഷയത്തിൽ M.Ed ഉള്ളവർക്ക് ഇളവ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസം മുൻപാണ് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അടിസ്ഥാന യോഗ്യതയായി കേറ്ററ്റ് നിർബന്ധമാണെന്ന് കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയത്. അതിപ്പോൾ സർവീസിൽ തുടരുന്ന അധ്യാപകർക്ക് കൂടി ബാധകമാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സർവീസിൽ തുടരുന്ന 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ഏകദേശം 65,000-ഓളം അധ്യാപകരുടെ ജോലി തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന നിലവിൽ സാഹചര്യമുണ്ട്. അവർ ഈ ജോലിയിൽ തുടരുന്ന അധ്യാപകർ 5 വർഷത്തിനകം ഈ കേറ്ററ്റ് പാസ്സാകണം. പുതുതായി അപേക്ഷിക്കുന്നവർക്കെല്ലാം ഈ കേറ്ററ്റ് നിർബന്ധവുമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ PSC ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, അതായത് 41 നോട്ടിഫിക്കേഷനുകൾ PSC നോട്ടിഫിക്കേഷനായി ഇറക്കിയിട്ടുണ്ട്. ഈ അധ്യാപകരുടെ ഒഴിവുകൾ നികത്താനായി അതിൽ 6 നോട്ടിഫിക്കേഷൻ നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. ബാക്കി 35 നോട്ടിഫിക്കേഷൻ എപ്പോഴും ലൈവാണ്. അതിൽ കേറ്ററ്റ് നിർബന്ധമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു ഭാഗത്ത് ഇളവുകൾ എന്ന ഭാഗത്താണ് ഈ കേറ്ററ്റ് വിവിധ വിഭാഗങ്ങളിൽ, അതായത് CTET, നെറ്റ്, ഒപ്പം സെറ്റ്, കൂടാതെ M.Ed, PhD, M.Phil എന്നീ യോഗ്യതയുള്ളവർക്ക് ഈ കേറ്ററ്റ് നിർബന്ധമല്ല, ഇളവുണ്ട് എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അധ്യാപകർക്ക് അവർക്ക് കേറ്ററ്റ് ഇല്ലെങ്കിലും അവർക്ക് PhD-യോ M.Phil-ഓ ഒപ്പം നെറ്റോ CTET-ഓ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ അപേക്ഷിക്കാം. ഒപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ M.Ed ഉണ്ടെങ്കിലും അപേക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഇളവായി പറയുന്നത്. പക്ഷേ ഇത്തരമൊരു ഇളവും അംഗീകരിക്കാനാകില്ല എന്നുള്ളത് കൃത്യമായി സുപ്രീം കോടതി വിധി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 3 മാസം മുൻപുള്ള വിധിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ 2016-ൽ ഇത്തരത്തിൽ കേറ്ററ്റിന് ഒരു ഇളവ് നൽകി സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവ് ഈ സുപ്രീം കോടതി വിധിയോടുകൂടി ഇല്ലാതാവുകയാണ്. പക്ഷേ ഈ സുപ്രീം കോടതി വിധിയോടുകൂടി ഇല്ലാതാകും എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും 2016-ലെ ഉത്തരവ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ PSC നോട്ടിഫിക്കേഷനിൽ ഇളവ് നൽകിയിരിക്കുന്നത്. ഈ ഇളവ് അനുസരിച്ച് PSC-യിൽ അപേക്ഷിച്ച് ഏതെങ്കിലും കേറ്ററ്റില്ലാത്ത ഉദ്യോഗസ്ഥർ ജോലിയിൽ പ്രവേശിച്ചാൽ ഒരുപക്ഷെ അവരുടെ ജോലി സാധ്യത പോലും ചോദ്യം ചെയ്യാവുന്ന നില നിലനിൽക്കുന്നുണ്ട്. PSC-യുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്, അനൗദ്യോഗികമായി പറയുന്നത്, സാധാരണഗതിയിൽ ഈ ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ച് നൽകുന്നത് ഈ അതാത് വകുപ്പുകളാണ് എന്നുള്ള വിശദീകരണമാണ്. അതായത് അതാത് വകുപ്പുകൾ പറയുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് PSC നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് കേറ്ററ്റ് എത്രയും വേഗം എഴുതിയെടുക്കുക എന്നത് തന്നെയാണ്. അല്ലാതെ മറ്റ് ഉത്തരവിനായി വെയിറ്റ് ചെയ്യുന്നതോ ഇളവുകൾ ലഭിക്കുമെന്ന് കരുതി വീണ്ടും ചിന്തിക്കുന്നതോ ഒന്നും ഈ ഒരു അവസരത്തിൽ ശരിയായ ഒരു തീരുമാനമായി തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് കേറ്ററ്റ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനുള്ള അവസരം വന്നിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്കത് എളുപ്പം എഴുതിയെടുക്കാനും സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ഈ നിയമക്കുരുക്കുകളെ ഭയപ്പെടേണ്ടതില്ലല്ലോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. പുതിയ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.